ഹായ് മക്കളെ, അപ്പോൾ നാളെ ചിരിച്ച മുഖത്തോടു കൂടി വേണം നമ്മൾ പരീക്ഷ എഴുതാൻ പോകാനായിട്ട് മിസ് ഓൾറെഡി പറഞ്ഞു. എന്നാലും ഒരിക്കൽ കൂടി പറയാണ്ട് വയ്യ കേട്ടോ. ഹാപ്പിയായി കോൺഫിഡൻ്റ് ആയിട്ട് വേണം കെമിസ്ട്രി പരീക്ഷ എഴുതാൻ. സോ നാളത്തെ പരീക്ഷ എഴുതാൻ പോകുന്നവർ ഈ ഒരു ചോദ്യം പഠിക്കാണ്ട് പോകാനായിട്ട് പാടില്ല. ഏതാ ചോദ്യം നോക്ക്. വാട്ട് ഈസ് മെൻറ്റ് ബൈ കലോറിഫിക് വാല്യൂ? കലോറിക മൂല്യം എന്നാൽ എന്ത്? ഇതാണ് നമ്മുടെ ചോദ്യം. മക്കളെ, കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് മാസ് ഫ്യൂവലിനെ ബേൺ ചെയ്താൽ എത്ര ഹീറ്റ് എനർജി റിലീസ് ചെയ്യും. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിലീസ്ഡ് വെൻ 1 യൂണിറ്റ് മാസ് ഓഫ് എ ഫ്യൂവൽ ഇസ് ബേൺഡ്. ഓക്കെ ആണോ? അതായത് ഒരു യൂണിറ്റ് മാസ് ഇന്ധനം കത്തിക്കുമ്പോൾ എത്ര താപോർജ്ജത്തെ പുറത്തേക്ക് വിടുമോ അതാണ് കലോറിക മൂല്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്നറിയാം ഞാനിവിടെ അത് എഴുതി വെക്കാത്തത്, അത് നിങ്ങൾക്കുള്ള ജോലിയാണ്. സോ കറക്റ്റായിട്ട് കലോറിഫിക് വാല്യൂവിൻ്റെ ഡെഫിനിഷൻ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും പഠിച്ചതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കാണാണ്ട് അത് കമൻറ്റ് ചെയ്തിടണം, ടൈപ്പ് ചെയ്തിടണം. ഓക്കെ, നിങ്ങൾ ടൈപ്പ് ചെയ്തിരുന്ന 2 മൊമെൻറ്റ് എന്തായാലും നിങ്ങൾക്കത് വെറുതെ ആവില്ല. അടുത്ത ചോദ്യം മക്കളെ, സം ഫ്യൂവൽസ് ആർ ഗിവൺ ഇൻ ദ ബോക്സ്. കുറച്ച് ഇന്ധനങ്ങൾ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വിച്ച് ഫ്യൂവൽ ഹാസ് ദ ഹയസ്റ്റ് കലോറിഫിക് വാല്യൂ? ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണെന്നാണ്. ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ളത് ആർക്കാ? നമ്മുടെ ഹൈഡ്രജൻ ആണ് കേട്ടോ. ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ള ഇന്ധനം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചളവ് ഹൈഡ്രജൻ കത്തിച്ചാൽ പോലും നമുക്ക് കുറേ ഹീറ്റ് എനർജി കിട്ടും. ഇനി ഹൈഡ്രജൻ ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ ഡൊമസ്റ്റിക് ഫ്യൂവൽ. വാട്ട് ആർ ദ റീസൺസ്? ഹൈഡ്രജൻ ഗാർഹിക ഇന്ധനമായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. അതിൻ്റെ റീസൺ എന്താണെന്നാണ് മക്കളെ. ഒന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രജൻ ഈസ് എ ഗ്യാസ് ദാറ്റ് ബേൺസ് വിത്ത് എക്സ്പ്ലോഷൻ. അതായത് സ്ഫോടനത്തോട് കൂടിയിട്ട് കത്തുന്ന ആളാണ് നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. നല്ല ആളാണെങ്കിലൊക്കെയും ഇത് തീ പിടിക്കുമ്പോഴത്തേക്കും ഭയങ്കര വലുതായിട്ട് സ്ഫോടനം സംഭവിക്കും. സോ സ്ഫോടനത്തോട് കൂടെ കത്തുന്നു, അല്ലെങ്കിൽ ബേൺസ് വിത്ത് എക്സ്പ്ലോഷൻ. അതാണ് ഒന്നാമത്തെ റീസൺ. ഇനി രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട്. ഇത് ശേഖരിച്ച് വയ്ക്കാനും അതേപോലെ നമുക്ക് കൊണ്ടു നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡിഫിക്കൽട്ടി ഇൻ സ്റ്റോറിങ് ആൻഡ് ട്രാൻസ്പോർട്ടിങ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയാം കേട്ടോ. ശേഖരിച്ച് വെക്കാനും നമുക്ക് അതേപോലെ കൊണ്ടു നടക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ മിസ്സിൻ്റെ ഒപ്പം പറയാമോ? 1, ഇറ്റ് ബേൺസ് വിത്ത് എക്സ്പ്ലോഷൻ. 2, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് ഹൈഡ്രജൻ. അപ്പോൾ ഒന്നാമത് സ്ഫോടനത്തോടെ കത്തുന്നു, പിന്നീട് എന്താ പറയുക, ഇത് ശേഖരിച്ച് വെക്കാനും കൊണ്ടു നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. ഓക്കെ അല്ലേ? അടുത്തത് വാട്ട് ആർ ദ മെറിറ്റ്സ്? പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് മെറിറ്റ്സ് ഒക്കെ ഉണ്ട്. സോ അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ മേന്മകൾ എന്താണെന്നാണ്. 2 മെറിറ്റ്സ് ആണ് മക്കളെ. അതായത് നമ്മുടെ ഹൈഡ്രജൻ ബേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലേ. നമുക്ക് ഓൾറെഡി അറിയാം ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നാൽ നമുക്ക് കിട്ടുന്നത് വാട്ടറാണ്. അപ്പോൾ ഹൈഡ്രജനെ കത്തിക്കുമ്പോൾ അവിടെ പുറത്തേക്ക് വരുന്നത് ആരാ? ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉപോൽപ്പന്നം എന്ന് പറയുന്നത് അത് മറ്റാരുമല്ല, വാട്ടറാണ്. ഓക്കെ അല്ലേ? സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പൊല്യൂഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ടു ഡിക്രീസ് പൊല്യൂഷൻ, അല്ലെങ്കിൽ മലിനീകരണം കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഇനി രണ്ടാമത് നമ്മൾ ഓൾറെഡി പഠിച്ച പോയിൻ്റാണ് ഹൈ കലോറിഫിക് വാല്യൂ. ഈ 2 റീസണും ഉള്ളത് കൊണ്ടാണ് ഹൈഡ്രജൻ ഒരു നല്ല ഫ്യൂവലാണ്, ഒരു നല്ല ഇന്ധനമാണ് എന്ന് നമ്മൾ പറയും. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്ന് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. സോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് എൻ്റെ കുഞ്ഞുങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വൈകിട്ടത്തെ 7:30 ലൈവിൽ എല്ലാവരും ഉണ്ടാവണം. നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ച് നാളത്തെ പരീക്ഷയിൽ ഫുൾ മാർക്ക് തന്നെ മേടിക്കും. ഡോണ്ട് മിസ് ഇറ്റ്.